എരമംഗലത്ത് ഗർഭിണി റോഡിലെ കുഴിയിൽ വീണു. സംസ്ഥാനപാത നാട്ടുകാർ ഉപരോധിച്ചു. കുണ്ടുകടവ് ഗുരുവായൂർ സംസ്ഥാനപാതയിൽ എരമംഗലം കളത്തിൽപ്പടിയിൽ രൂപാന്തരപ്പെട്ട കുഴിയിൽ വീണ് ഗർഭിണിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് നാട്ടുകാർ ഗതാഗതം ഉപരോധിച്ചു. സൂചന മാത്രമാണ് ഇന്നത്തെ സമരമെന്നും ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥരും സർക്കാരും റോഡിന്റെ ശോചനീയാവസ്ഥയിലും അപകടകരമായ അവസ്ഥയിലും അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും സമരം ആവശ്യപ്പെട്ടു. ഷാഫി വി കെ എം, അറുമുഖൻ സോനാരെ, അഷ്റഫ് വി കെ എം, സുരേഷ് പൂങ്ങാടൻ, അഷ്റഫ് വി പീസ്, ശ്രീധരൻ പയ്യപ്പുള്ളി, ജിഷാദ് ഒലീൽ, ഷറഫുദ്ദീൻ, റിനീഷ്, ഷാജി, രാജു, പ്രഗിലേഷ് ശോഭ, ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡ്രൈവർമാരും നാട്ടുകാരും വ്യാപാരികളും അനാസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയും കുട്ടിയും കൂടിയിട്ട് നമ്മളെ മുന്നിലുള്ള ഈ വലിയ ഘട്ടത്തിൽ വീഴുകയും അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടുകാർ. ഇതിന് മുന്നേയും ഇതിന് സമാനമായ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ റോഡിലെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അത്രയും വലിയ ഗട്ടറുകളും ഗർത്തങ്ങളും ഒക്കെയാണ് ഇവിടെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗട്ടറുകളിൽ വെള്ളം നിറയുമ്പോൾ, മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗട്ടർ ഇവിടെ ഉണ്ടെന്നുള്ളതോ മറ്റൊരു കാര്യങ്ങളൊന്നും അറിയില്ല. നാട്ടുകാർ 2 ദിവസം 2 വാഴ വയ്ക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. ഒരു അപകട സൂചന നൽകാൻ സാധിക്കുന്നല്ലാതെ ഈ അപകടത്തിൽ പെട്ടവർ പല സമയങ്ങളും നമുക്ക് കൃത്യമായി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വരെ സാധിക്കുന്നില്ല. ഈ ഒരു കാര്യത്തിൽ എരമംഗലം, താഴത്തേപ്പടി, മേഖലകളിലുള്ള ഈ ഒരു അപകടത്തിൽ, അല്ലെങ്കിൽ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൻ്റെ കൃത്യമായ ഉത്തരവാദിത്തപരമായ അടിയന്തര നടപടികൾ നമുക്ക് ഈ നാട്ടുകാരെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അടിയന്തര നടപടി സ്വീകരിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് ഞങ്ങളുടെ മാത്രം ഒരു ആവശ്യമല്ല, നാട്ടുകാരുടെ മൊത്തം ആവശ്യമാണ്. ഇവിടെ കുളങ്ങളെക്കാൾ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ റോഡിൻ്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ പല ആളുകളും ഇത് നല്ല ശരിയായ രീതിയിലല്ല വർക്ക് നടക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇവിടെ അടിയിൽ കൂടെ പൈപ്പുള്ളത് ലീക്കാവുക, കുഴിയാവുക, ആൾക്കാർ വീഴുക. കഴിഞ്ഞ ആഴ്ച ഒരു 5-8 ദിവസം മുമ്പേ ഇതേമാതിരി PWയുടെ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു, അവർ ഒരു 2-3 ബക്കറ്റ് മെറ്റലും കുറച്ച് ടാറുമായിട്ട് വന്നു. ഈ കാണുന്ന കുഴികളൊക്കെ ഞങ്ങൾ തൂർക്കാണ്, ഒക്കെ റെഡിയാക്കുകയാണെന്ന് പറഞ്ഞു. അവർ കുറച്ച് പേരിന് കുറച്ച് മണ്ണും കുറച്ച് മെറ്റലും കുറച്ച് ടാറും ഇട്ടിട്ട് അവർ മുങ്ങി. പിറ്റേന്ന് അതേമാതിരി ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, എടുത്താൽ കാണാം കുളത്തിനെക്കാട്ടും. ഇന്നലെ ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു കുട്ടി കൂടിയിട്ട് ഇതിൽ വന്ന് വീണു. ഞങ്ങളൊക്കെ ഇവിടെ 24 മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ അടുത്ത് തന്നെ വീട്. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ അയൽപക്കത്തുള്ളവരാണ്. ഇതിൽ പോകുന്ന സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവും. മഴ പെയ്യുന്ന സമയമാണെങ്കിൽ ഒരിക്കലും ഈ കുഴികൾ മനസ്സിലാവില്ല. ഒരു കുഴി വീഴുക, അടുത്ത കുഴിയിലേക്ക് വീഴുക, അവിടുന്ന് നാട്ടുകാരൊക്കെ ഓടി വരിക, എടുത്തു കൊണ്ടുപോവുക. ഇതിന് അടിയന്തരമായിട്ട് അത് പഞ്ചായത്തായാലും ബ്ലോക്കായാലും ജില്ലാ പഞ്ചായത്തായാലും ഭരണസമിതി ഈ റോഡിന് കോൺട്രാക്ട് കൊടുത്ത ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വേണ്ടി എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ പ്രജിലേഷും അഷ്റഫ് സാഹിബും ഒക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമായ ഒരു റോഡാണ്. ഇപ്പോൾ തീരദേശത്തെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി നടക്കുന്നതിനാൽ ഗുരുവായൂരടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു സുപ്രധാനമായ റോഡാണ് കുണ്ടുകടവ് ജംഗ്ഷൻ മുതലുള്ള ഈ റോഡ്. ഈ റോഡിൻ്റെ അവസ്ഥ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിലവിൽ PWയുടെ റണ്ണിംഗ് കോൺട്രാക്റ്റുള്ള റോഡാണ് ഈ റോഡ്. ആ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാനുള്ള ഓപ്ഷനും അത് PWഡിയിൽ നിക്ഷിപ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയാവുന്ന സംവിധാനങ്ങളും നിലവിലുണ്ട്. ഇത് കാണുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായ പരിഹാരം കാണുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകുന്നേരമാണ് ഒരു സ്ത്രീക്ക് അപകടമുണ്ടായത്. നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുന്ന സാഹചര്യമില്ല. അതോടുകൂടി കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങൾ ഇവിടെ, അതോടൊപ്പം തന്നെ താഴത്തേൽപ്പടി, അതോടൊപ്പം തന്നെ വന്നേരി മേഖല, ഈ 3 മേഖലയിലാണ് ഈ റോഡിൽ പ്രധാനമായും വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാട്ടുകാരൊന്നായി ഒരു ഉപരോധ സമരം തന്നെ ഇന്നിവിടെ നടത്തിയിട്ടാണ് ഈ വിഷയം ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായ പരിഹാരം ഉണ്ടാകണം, നടപടികൾ ഉണ്ടാകണം. അല്ലാത്ത പക്ഷം കൂടുതൽ ഊർജ്ജസ്വലമായിട്ടുള്ള സമരപരിപാടികളുമായി നാട്ടുകാർ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിക്കും. കാരണം ഞങ്ങളൊരു ഓട്ടോ തൊഴിലാളിയാണ്. ഞങ്ങൾക്ക് നിരന്തരം കുഴിയടക്കലാണ് പണി.
അത് മാത്രമല്ല ഈ റോഡ് നിർമ്മാണത്തിനും ഘട്ടത്തിൽ ഈ പൊന്നാനിയിൽ നിന്ന് മാറഞ്ചേരി വരെയുള്ള റോഡ് നനയ്ക്കൽ കൃഷിക്കാരുടെ കായലിൽ നിന്ന് അരപ്പുഴ കായലിൽ നിന്നായിരുന്നു വെള്ളമെടുത്ത് അപ്പോൾ അവിടുത്തെ വെള്ളം പറ്റിയപ്പോൾ കൃഷി കമ്മിറ്റിക്കാർ പറഞ്ഞു ഇത് ഇവിടുന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കൃഷിക്ക് നനയ്ക്കാനും വെള്ളമില്ല. അവിടെ നിന്നിട്ട് കുമ്മിപ്പാലം മുതൽ വന്നേരി വരെ ഈ റോഡ് നനച്ചത് കനോലി കനാലിലെ വെള്ളം കൊണ്ടിട്ടാണ്, ഉപ്പുവെള്ളം കൊണ്ടാണ് നനച്ചത്. അന്ന് ഞങ്ങൾ തടഞ്ഞു. ഈ ഉപ്പുവെള്ളം കൊണ്ട് കഴിഞ്ഞാൽ അധികം കാലം നിൽക്കില്ല, ഒരു വർഷം പോലും നിൽക്കില്ല എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അവർക്ക് നിർവാഹമില്ല, ഞങ്ങൾക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞു. അറ്റ വേനലുള്ള ആ സമയത്ത് ഞങ്ങൾ എവിടുന്ന് വെള്ളം കൊടുക്കും? കായലിൽ നിന്ന് എടുക്കാൻ കൃഷിക്കാർ സമ്മതിക്കണമില്ല. അത് മാത്രമല്ല കനോലി കനാലിലെ ഉപ്പുവെള്ളം കൊണ്ടാണ് നനച്ചത്. അതാണ് ഇത് ഇത്രയും രൂക്ഷമാവാനുള്ള കാരണം. അത് മാത്രമല്ല ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിരന്തരം ഇതിൻ്റെ പഞ്ചായത്തിലായാലും മറ്റുള്ള മേഖലയായാലും മെമ്പർമാരായാലും മറ്റവരോടൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഓടിയിട്ട് മുതലാവില്ല, വാഹനം ഓടിയിട്ട് മുതലാവാത്തൊരു കണ്ടീഷനാണ്. 200 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ 800 രൂപയ്ക്ക് ഓടിയിരുന്നു ഞങ്ങൾ. ഇപ്പോൾ 400 രൂപ കഴിയുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? വാടക കൂട്ടാനും വയ്യാത്ത കണ്ടില്ല. ഇതിലൊരു വീണിട്ട് ഈ തണ്ടിൽ ഉളുക്കിയിട്ട് ഒരാഴ്ച മുമ്പേ പുത്തമ്പള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ജായ്ത്താത്ത ഒരു വയസ്സാക്കി ആരും കൊണ്ടുപോകുന്ന കാശ് അവർ എക്സ്ട്രാ എടുക്കുന്ന കാശും എൻ്റെ കയ്യിൽ നിന്നായിരുന്നു. അതുകൊണ്ട് അധികാരികളെ കണ്ണു തുറപ്പിക്കാനായിരുന്നു ഈ സമരം. ഇതുകൊണ്ട് അധികാരി കണ്ണു തുറന്ന് ഈ സമരത്തിന് കോലങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇത്രയും പെട്ടെന്ന് ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും സമരം രൂക്ഷമാക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്.